ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ നൈറ്റ് ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഒരു അൺഫിൽറ്റേർഡ് നൈറ്റേഴ്സ്, അതിലുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കിടക്കുന്ന ഞാൻ എഴുന്നേറ്റിട്ട് പോലില്ല, അത്രയും ക്ഷീണം. ഇപ്പോഴാണ് ഞാനൊന്ന് ഉണർന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇനി വേണം നമുക്ക് ചെയ്യാൻ. അപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. മെയിൻ ആയിട്ട് ഉണരാൻ ഉള്ള ഒരു കാരണം ഞാൻ കാണിച്ചു തരാം. ഇന്ന് എനിക്ക് 2-3 ഡ്രസ്സ് നമ്മുടെ കിട്ടിയായിരുന്നു, ഞാൻ ഓർഡർ ചെയ്തത്. അതിലൊന്ന് ഈ നൈറ്റിയാണ്. ഇതൊന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് എന്താ പറയാ അടിക്കണം. അപ്പൊ മെഷീൻ നാശമായിട്ടുണ്ട്. അപ്പൊ ആ മെഷീനുമേ കുറച്ചു നേരം ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് ആ മെഷീൻ ഒന്ന് ശരിയാക്കണം. പിന്നെ കുളിക്കണം. കുളിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ജിഷ മേമയുടെ അടുത്ത് പോകണം. ഇന്ന് ഞാൻ നൈറ്റ് അവിടെ ആയിരിക്കും. അതിന് കാരണമുണ്ട് കേട്ടാ. എനിക്കൊരു സാധനം ഷൂട്ട് ചെയ്യാനുണ്ട്, ഒരു പ്രൊഡക്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോണം. അപ്പൊ എനർജി കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അത്രയും നേരം ഞാൻ ഭയങ്കര ഷോക്കായിട്ടായിരിക്കണ്ടായിരുന്നെ. വെച്ച് വൃത്തിയാവാൻ. അയ്യോ, എണ്ണയൊക്കെ കണ്ടില്ലേ തലേമേ? എണ്ണയൊക്കെ ഇങ്ങനെ ഇന്നലെ ഞാൻ ഷാമ്പു ഇട്ടു, പക്ഷെ തലേന്ന് ഒട്ടും എണ്ണ പോയില്ല. അപ്പൊ ഈ കോലം വെച്ചിട്ട് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ല. അപ്പൊ ഈ എണ്ണയൊക്കെ ഒന്ന് കളയണം, കുളിക്കണം. മെയിൻ എനർജി എനിക്ക് ഇന്ന് വന്നൊരു എന്താ പറയാ ഇതാണ് ഗൈസ്. എന്നിട്ട് എന്തൊരു പറയാ, PR. അതായത് കൊളാബ് ചെയ്യാനൊരു നമുക്കൊരു പ്രൊഡക്ട്സ്, ഒരു കിണ്ടി സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അൺബോക്സ് ചെയ്തു ഞാനും അച്ഛനും അമ്മയും കൂടി. അപ്പൊ എനിക്കൊരു മറ്റേ ഒരു എനർജി എനിക്ക് കയറി വന്ന് ഇതൊക്കെ കണ്ടപ്പോ. നേരെ കട്ടിന്റെ അടിക്ക് വെച്ചിരിക്ക. ഇതൊക്കെ നിങ്ങളെ വഴിയെ ഞാൻ കാണിക്കാം. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ കയറിയിട്ടാ. പക്ഷെ ഇതിന്റെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെ നിന്ന് വന്ന കുറെ ഇരുന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് എവിടെ നിന്ന് വന്ന സാധനമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവരെന്തായാലും വീഡിയോ കിട്ടിയില്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അതിനു മുന്നേ ഈ ബെഡൊക്കെ ആകെ അലങ്കോലാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ബെഡ് ഒന്ന് മടക്കി വെക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ മടക്കി വെച്ചിട്ടില്ല. സമയം ഇപ്പോൾ 5:15, 5:45, 6 മണി ആവാറായിട്ടാ. ഇതുവരെ ഇല്ല. ഇപ്പോഴാണ് എല്ലാത്തിനും ഉള്ള ഒരു എനർജി, ഊർജമൊക്കെ കിട്ടിയത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ രാത്രിത്തെ പരിപാടി. പിന്നെ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങള്. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. കുളിക്കാൻ ഞാൻ പോയിട്ടില്ല. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓണം പ്രമാണിച്ച് ഞാനൊരു ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം കേട്ടോ. എനിക്കിങ്ങനെ തരാൻ കൊതിയായിട്ട് പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അധികം വാചകം അടിക്കാനില്ല, പോയിട്ട് ശരിക്കും കുളിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ കുളിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി വേണം നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ലാണ്ട് വേറെ തലേന്ന് ഇറ്റിറ്റ് പോവാണ്ടിരിക്കാനൊരു കാണാനില്ല. എൻ്റെ റൂം ആകെ കോലാണ്. അപ്പൊ അത് കാരണം ഇതൊന്നും കാണാനില്ലാത്തോട് ടവൽ തന്നെ വെച്ചിട്ട് ഞാൻ തലേന്ന് ഇങ്ങനെ ചിറ്റിണ്ട്. ഇനി നമുക്ക് പോയിട്ട് കുറച്ച് ലോഷനും ഒരു ഫേസ് മാസ്ക് ഇടാം. എന്റെ റൂം ഒരു കോലാന്ന് പറയണേ. ഇതെന്തായാലും നമുക്കൊരു റിസെറ്റ് വ്ളോഗ് എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം അത്രയും വൃത്തികേടായിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും പോയിട്ട് ലൈറ്റ് ഫാൻ ഓഫ് ചെയ്യും. അച്ഛൻ്റെ അവിടെ മഴക്കാലമായ കാരണേ തുണികളൊക്കെ അതേ ഇങ്ങനെ വെച്ചിരിക്കുക ഒരു സ്റ്റാൻഡ് അതേ കണ്ടില്ലേ. അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ് ഗൈസ്. അങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഞാൻ കാണിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു വൈബ് ഡ്രസ്. ആൻഡ് ഇതാണ് ഗൈസ് എന്റെ ലോകം. സോറി, എന്റെ ലോകം തെറ്റിപ്പോയി. ഇത് തുറക്കണതിന് പകരം അപ്പുറത്ത്. ഇതാണ് എന്റെ ലോകം. ഹായ്. ഇവിടുന്ന് കുറെ മോയ്സ്ചറൈസർ ഉണ്ട്. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കയ്യിൽ കിട്ടണം എന്നങ്ങോട്ട് എടുത്തിട്ട് തേക്കാം. മറ്റേ ഒരു സാധനത്തിന് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ല, അത് ആ സാധനം കേട്ടോ. അത് ഈ സാധനം. സമയം ഉണ്ടെങ്കിൽ ആ മെഷീനൊന്ന് നോക്കാന്ന് വെച്ചിട്ടാ. ഫുഡായാ? പിന്നെ അപ്പോഴേക്കും ലോഷൻ തേച്ച് പോയിട്ടൊരു ഫേസ് മാസ്ക് ഇട്ടിട്ട് വരാം. ഒരു ഫേസ് മാസ്കും കൂടി ഇടാം നമുക്ക്. അതാ ഞാൻ മുഖത്ത് ലോഷനും തേക്കാന്. അയ്യോ, ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുന്നത്. അതല്ല, നല്ല തണുപ്പുണ്ട്. എന്തൊരു തണുപ്പാ. നല്ല തണുപ്പുണ്ട്, നല്ല സുഖം, നല്ല സുഖമുണ്ട്. അയ്യോ, എന്റെ വായ ഇവിടെയൊന്നും അടഞ്ഞു പോയില്ല. ചെറിയ മുഖമായി പോയി.
ഇങ്ങനെ ഇടുക. ഇനി നമുക്ക് ഈ നേരം കൊണ്ട് നമ്മുടെ ബാഗ് നമുക്ക് പാക്ക് ചെയ്യാം. ഒന്നുമില്ല, ഇന്ന് രാത്രി ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ നമ്മുടെ ഷൂട്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഇത് വെക്കുക. സ്കിൻ കെയർ ഒക്കെ ഇവിടെ തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങാലോ. അപ്പൊ ആയോ നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ആകെ രണ്ട് സാധനം ആവശ്യമുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ ഇത് എടുക്കണില്ല, അല്ലെങ്കിൽ ഇതന്നെ എടുക്കാല്ലേ. ഇതാകുമ്പോ ഇങ്ങനെ കൊണ്ടുപോവാൻ നല്ല എളുപ്പാ. അപ്പൊ ഈ പെട്ടി തന്നെ എടുക്കാം. ഇതെന്നെ സ്ഥിരം ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ ഒരു നഖം വട്ടി, ഒരു എന്നിട്ട് ടിഷ്യൂ പേപ്പർ, ഒരു മോയ്സ്ചറൈസർ അവിടെ, പിന്നെ പല്ല് തേക്കാൻ ബ്രഷ്, ഒരു ഐലൈനർ, ഒരു സ്ഥിരമുള്ള ഒരു ബാഗാ. പിന്നെ ഒരു ലിപ് ഗ്ലോസും നമുക്ക് ഇടാം. ചീർപ്പൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അത് വെച്ചു. പിന്നെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് വെക്കാല്ലേ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊന്ന് തയ്പ്പിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട നൈറ്റി ഇല്ലേ, അതന്നെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. സൈഡ് ഒന്ന് തയ്പ്പിക്കണം എന്നുണ്ട്, അതിന് മെഷീൻ റെഡി ആക്കണം. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി ഒന്നും ഇല്ല എടുത്ത് വെക്കാൻ. വെറുതെ ഒരു ബുക്കും വേണം എടുത്ത് വെക്കാൻ. എങ്ങനെയൊക്കെയാ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് എഴുതി വെക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ലാണ്ടായിപ്പോ. ഒന്നുകൂടെ മൈക്ക്. അയ്യോ, മെയിൻ സാധനമാണ് ഇത് ഗൈസ്. ബ്രഷൊക്കെ എടുത്ത് വെച്ചു. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ, ഒരു മാസ്കിന്റെ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിനു വേണ്ടി അതൊന്നും കിട്ടിയതാ. ഇതിനുള്ളിൽ ഒരു കുഞ്ഞു സാധനമുള്ളോ, അത് ഞാന് കണ്ടില്ലേ, ടിഷ്യൂ ബോക്സ് ആയിട്ട് യൂസ് ചെയ്തു. ഫുൾ ടിഷ്യൂസ് വെക്ക്. നല്ലൊരു പെട്ടി. എനിക്ക് നല്ല പെട്ടികളൊന്നും കണ്ടു കഴിഞ്ഞാൽ കളയാൻ തോന്നാറില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളു. പോവാൻ സമയമായിരുന്നേ. ചോറ് വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിമീൻ എന്റെ ഫേവററ്റ് ആണ് ഗൈസ്. ഈ മാസ്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെ കഴിക്കുന്നറിയില്ല. ഇങ്ങനെ നമുക്ക് കഴിക്കാം എന്തായാലും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം അല്ലേ. ഗൈസ്, ഞാൻ തുന്നണ മെഷീൻ എടുക്കാൻ നോക്കുമ്പോ ഇപ്പൊ സമയമില്ല അതുമ്പോ കുത്തിപ്പിടിച്ചിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നേരെ പോയിട്ട് ഞാൻ ചോറും ഫുഡും എടുത്തു. ഇത് എങ്ങനെ കഴിക്കുന്ന എനിക്ക് അറിയാമല്ലേ. വെക്കുകയും ചെയ്തു, ഫുഡ് കഴിക്കും വേണം, സമയം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ. മുടി നമുക്ക് ഉണക്കാടാം, ഇപ്പോഴേക്കും ഉണങ്ങി കിട്ടിക്കോളൂ. മാസ്ക് ഒക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കണ ഏക വ്യക്തി ഞാൻ തോന്നുന്നുണ്ട്. കുഞ്ഞിമീൻ, എനിബഡി ലൈക്ക് കുഞ്ഞിമീൻ ഫാൻസ് ഉണ്ടോ? ഞങ്ങളുടെ അവിടെ കുഞ്ഞിമീൻ എന്നാണ് പറയാ. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. കമന്റ് ബിലോട്ടാ. തുറക്കാൻ പറ്റണല്ല. അയ്യോ, ഇത് പാടാണ് ഗൈസ്, ഇങ്ങനെ തിന്നാൻ പറ്റില്ല. ഇതൊന്ന് ഇങ്ങനെ വെക്കാം, അല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല. ഇപ്പൊ എനിക്ക് തിന്നാം. സാല ഈ ഭാഗത്തിന് ഇനി ഇത്തിരി മോയ്സ്ചറും സെറവും കിട്ടിയില്ല എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവാൻ പോല. അങ്ങനെ സമാധാനിയ. നമുക്ക് കുഞ്ഞുമീനോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടായാൽ മതി. കറക്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റും അല്ലേ. ശ്വാസം കിട്ടില്ല. ഭയങ്കര സ്കിൻ കെയർ. ഇത്രയ്ക്കുള്ളൂ എന്റെ ലൈഫിൽ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കോള് വന്നു. കേൾക്കാണ്ടോന്നറിയില്ല. ജിഷുമാമരെ കോളാൻ ഞാൻ അനുമാനിക്കുന്നു. ഇതറിഞ്ഞാ ഞാൻ ഇങ്ങനെ തിന്നില്ലായിരുന്നു. മാസ്ക് വെച്ചിട്ട് തിന്നാൻ പറ്റാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് തിന്നു. പക്ഷെ മാമ അവിടെ ക്യാബ് വിളിച്ചു കഴിച്ചു. അപ്പൊ നമുക്ക് എനിക്ക് മാത്രം പോയാൽ മതി, അച്ഛനമ്മൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ പതുക്കെ തിന്നാ മതി. അങ്ങട് അതൊന്ന് കുത്തിക്കേ. അതൊന്ന് കുത്തുവാ, അത് കുത്തിയാ മതി. ഈ സാധനം ഇത് കടന്നു കിട്ടാനുണ്ടല്ലോ, ക്ഷമ വേണം. ലെങ്ത്തിന് എന്തോ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നൈറ്റി അടിച്ചിട്ട് ഇന്ന് പോവാം. ഞാൻ പഠിച്ച പണി പറഞ്ഞു നോക്കി. ഈ മെഷീനില് എന്തോ എവിടെയോ ഏതോ ഒരു സാധനം മാറി കിടക്കുന്നുണ്ട്.
ഇരുന്ന് ഈ സാധനം വരെ ഉണങ്ങി. എന്തായാലും നമുക്ക് പോവാം. പിന്നെ നോക്കാം, നമുക്ക് ഫോണില് ട്യൂട്ടോറിയലൊക്കെ ഇരുന്ന് നോക്കാം. ഒരു അരമണിക്കൂർ ഞാൻ അത് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഒന്നും പറ്റില്ല. ഉണ്ട്. ഇത് ഞാൻ കാണിച്ചു, കാരണം മഴക്കാലല്ലേ, സ്റ്റാൻഡ് ഇതെല്ലാം വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ പേടിക്കണ്ട. അമ്മ അങ്ങനെയാ, എന്തെങ്കിലും എവിടെ ഇങ്ങനെയൊക്കെ ഇത് അത് കാണിച്ചോ അങ്ങനെയൊക്കെയാ പറഞ്ഞമ്മ. ഇനി നമ്മൾ ഇതിന്റെ പിന്നാലെ എന്ത് ചെയ്യണം? ഒരു സിറം വേണ്ട, ഓൾറെഡി സിറം ഉള്ള ഒരു ഫേസ് മാസ്ക് ആണ് നമ്മൾ ഇട്ടത്, അതുകൊണ്ട് സിറം വേണ്ട. അതെ, ഇതാണ് എന്റെ സിറം മിനിമലിസ്റ്റിന്റെ. നിങ്ങൾക്ക് ഏതാ ഫേസിന് സ്കിന്നിന് സ്യൂട്ട് ആവുന്ന വെച്ചാൽ ആ സിറം എടുത്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതായിട്ടുണ്ട്. ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ. ഞാൻ നേരെ സൺസ്ക്രീൻ ഇടണേ. സൺസ്ക്രീൻ എന്ത് ഈ രാത്രി ഇടണമെന്ന് വിചാരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ ഫോണൊക്കെ നോക്കാനുള്ളതാ, ഫോണിൽ എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അത് കാരണം സൺസ്ക്രീൻ ഇട്ടു. നേരെ വിശ്വമാമിന്റെ ഫ്ലാറ്റിക്കാണ്. ആരെയും കാണിക്കാനില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്? മുടിയൊക്കെ അവിടെ എത്തുമ്പോ ഉണങ്ങിക്കോള്. മേക്കപ്പ് ഒന്നും ചെയ്യണില്ല. പോവാ, അവിടെ എത്തുക, ഡ്രസ് മാറ, കിടന്ന് ഉറങ്ങുക. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ എനിക്കുള്ളൂ. പിന്നെ ഐ മാസ്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞാൻ ഇടും. ഫുൾ ടൈം ഇതിലായ കാരണം. പിന്നെ നഖമൊക്കെ ഞാൻ ഈ അടുത്ത് വെട്ടി, കണ്ടില്ലേ? ഇതിൽ മാത്രം ഞാൻ വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ വെട്ടി വൃത്തിയാക്കി. ഇതൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. എനിക്ക് ഈ ഡ്രസ്സ് എന്തെന്നില്ല ഭയങ്കര ഇഷ്ടായി. കണ്ടാ നല്ലൊരു ഡ്രസ്സില്. അപ്പോ നമുക്ക് പോവാം. കമോൺ. ഒന്നും ഞാൻ മറന്നിട്ടില്ലല്ലോ, ഞാൻ സ്പ്രേ അടിച്ചില്ല. വെറുതെ ചാർജർ എടുത്തില്ല, ചാർജർ എടുത്തു വെച്ചു ഗൈസ്. വേറെ എന്തില്ലേലും ജീവിക്കാം, ചാർജർ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോവാണ് ഗൈസ്. ബൈ ബൈ ബൈ. ഞാൻ പോവാൻ നിൽക്കണ നേരത്തെ അച്ഛൻ ഗുളിക കൊണ്ടുവന്ന്. നമ്മുടെ ലൈവ് കാണുന്നവർക്കറിയാം ഗുളിക ഫേമസ് അത് വൈറ്റമിൻ. സോ അത് കഴിച്ചിട്ട് പോവാം. സ്കിന്നിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ചെറിയൊരു മുഖത്തിന് എന്തെങ്കിലും തിളക്കം തോന്നുന്നുണ്ടോ? ഓ ഭാഗ്യം. ആ മാസ്ക് ഇട്ട്. അപ്പൊ ഞാൻ പോട്ടെ, ബൈ ബൈ. എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കി ഇത്രയായി, ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഹേയ്, എന്താ പോരാത്ത? എനിക്ക് രാത്രി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇറങ്ങിപ്പ. വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല. പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമല്ലേ? ഹായ്, എന്താ വൈബ്. നമ്മൾ എത്തി. പോയപ്പോണ്ടല്ല മറ്റേ കാറില് മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം അതൊക്കെ കേട്ടിട്ട് ഞാൻ രണ്ട് മല്ലി പിടിച്ചു വന്നു. ഞാനെത്തി. ഞാനൊരു നൈറ്റ് മേടിച്ചിട്ടുണ്ട്, ഒരു നൈറ്റ് പോലെ കാണാൻ നല്ല രസമായി. ഞാൻ ഇട്ട് കൊടന്നുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ മാറിയത് ഇവിടെ ഞാൻ സെറ്റിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ കിടന്ന് ഉറങ്ങാം, അത്രേ ഉള്ളൂ. മുടിയൊക്കെ ദേ ഇവിടെ എത്തിപ്പിക്കാൻ ഉണങ്ങിയിട്ടാ ഗൈസ്. നല്ല ആ എണ്ണയൊക്കെ പോയി തലേന്ന്. മറ്റേത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കൊട്ടിയിരിക്കായിരുന്നു. ഇപ്പോഴാ സമാധാനമായത്. നാളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ രാത്രി ഇവിടെ കിടന്നിട്ട് ഇപ്പൊ തന്നെ കിടന്നുറങ്ങൊന്നുമില്ല, കുറച്ചു നേരം ഫോണൊക്കെ നോക്കി ഒരു 10-11 ആകുമ്പോ, വീട്ടിലായാലും അങ്ങനെ തന്നെ ഒരു 10-11 ആകുമ്പോ കിടന്നുറങ്ങും. ഇപ്പൊ ഒരു കുഞ്ഞേ നൈറ്റ് ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ബൈ.